ജമാഅത്തെ ഇസ്ലാമി വിവാദ പരാമർശത്തിൽ CPIM-ൽ ഭിന്നത. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ന്യൂനപക്ഷങ്ങൾക്കെതിരെ അല്ലെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം. അതേസമയം CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ബാലനെ തള്ളിപ്പറഞ്ഞ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിലപാട് വ്യക്തമാക്കി. AK ബാലന്റെ പരാമർശം നിരുത്തരവാദപരമെന്നാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. UDF അധികാരത്തിലെത്തിയാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തെ ഇസ്ലാമി കൈകാര്യം ചെയ്യുമെന്നും അതോടെ പല മാറാടുകൾ ആവർത്തിക്കുമെന്ന AK ബാലന്റെ പരാമർശമാണ് വിവാദങ്ങൾ ആളിക്കത്തിച്ചത്. എന്നാൽ പരാമർശം തള്ളാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറായില്ല. ഏത് വർഗീയതയായാലും നാടിനാപത്താണ് എന്ന നിലയാണ് പൊതുവെ സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി UDF ഈ പറയുന്ന തരത്തിൽ ഒരു നിലയുണ്ടായാൽ എന്തായിരിക്കും എന്നതാണ് സഖാവ് ബാലൻ പറയാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുൻ മുഖ്യമന്ത്രി AK ആന്റണിയുടെ വിവാദ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനയും 5-ാം മന്ത്രി വിവാദത്തിൽ VD സതീശൻ സ്വീകരിച്ച നിലപാടും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ന്യൂനപക്ഷം സംഘടിത ശക്തി ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ ആനുകൂല്യങ്ങൾ നേടുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണത്. എന്നാൽ AK ബാലൻ സാങ്കല്പിക ചോദ്യത്തിന് സാങ്കല്പിക ഉത്തരം നൽകുകയായിരുന്നുവെന്നും അതിനെ പാർട്ടി തള്ളിക്കളയുന്നുവെന്നും MV ഗോവിന്ദൻ CPIM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ഇതോടെയാണ് വിഷയത്തിൽ പാർട്ടി രണ്ട് തട്ടിലായത്. എന്നാൽ CPIM നേതൃത്വത്തിന്റെ അറിവോടെയാണ് AK ബാലന്റെ പരാമർശമെന്ന വാദം ആവർത്തിക്കുകയാണ് പ്രതിപക്ഷം. വിവാദ പരാമർശത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് AK ബാലന്റെ നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.